ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ASPS സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 3ാമത്തെ യൂണിറ്റ് ആയ ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ നമ്മുടെ ടെക്സ്റ്റിൽ, അതായത് ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ആണ് നമുക്കറിയാം, പഴയ ടെക്സ്റ്റിനെക്കാട്ടിലും കുറെ കൂടി അധിക വിവരങ്ങൾ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അറിഞ്ഞുകൂടാത്ത പോയിന്റുകൾ എഴുതി വെച്ച് പഠിക്കുക, അറിയാവുന്ന പോയിന്റുകൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയുടെ രണ്ട് പ്രധാനപ്പെട്ട ചലനങ്ങളായ ഭ്രമണവും പരിക്രമണവും, റൊട്ടേഷനും റെവല്യൂഷനും ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നു എന്നതാണ് ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് പേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. രണ്ട് രാജ്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഉള്ള സമയ വ്യത്യാസവും കാര്യങ്ങളൊക്കെയാണ് അവരവിടെ പറയുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ രാജ്യങ്ങളിൽ, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്തമായ സമയ നിരക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഋതുക്കളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ അവർ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സെക്കൻഡ് പേജിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഭ്രമണത്തെ കുറിച്ചാണ്, റൊട്ടേഷനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം റൊട്ടേഷൻ എന്താണ്, റെവല്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും നമുക്കൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോവാം. പ്രധാനമായിട്ടും ഈ ഭ്രമണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഉപഗ്രഹമോ അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ഗ്രഹമോ അല്ലെങ്കിൽ അതിന്റെ ഉപഗ്രഹമോ അതിന്റെ അച്ചുതണ്ടിൽ, അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഭൂമിക്ക് ഒരു അച്ചുതണ്ടുണ്ടെന്ന് നമുക്കറിയാം, അല്ലെ? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 23.5 ഡിഗ്രിയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉത്തര ധ്രുവത്തിലൂടെയും ദക്ഷിണ ധ്രുവത്തിലൂടെയും കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖയാണ്, ഇമാജിനറി ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്, അച്ചുതണ്ടെന്ന് പറയുന്നത്. അതുപോലെ നമുക്കവിടെ ആ ഭ്രമണം എന്ന് പറയുന്ന അതിൽ ആ ഒരു പേജിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണ ദിശ കണ്ടില്ലേ? ഭൂമിയുടെ ഭ്രമണ ദിശ എങ്ങോട്ടാണ്? വെസ്റ്റ് നിന്നും ഈസ്റ്റിലേക്കാണ്, അല്ലെ? വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഭൂമിയുടെ ഭ്രമണ ദിശ എന്ന് പറയുന്നത്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്, അല്ലെ? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണ ദിശ. നമുക്കറിയാം അച്ചുതണ്ടിന്റെ ചരിവ് എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രിയാണ് അച്ചുതണ്ടിന്റെ ചരിവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവര് നോട്ട് ചെയ്തേക്കുക, കാരണം ബേസ് ആണ് ഇതൊക്കെ. പിന്നീട് നമ്മൾ താഴ്ത്തി വരുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശുക്രന് യുറാനസ്, അതിന്റെ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ ഗ്രഹങ്ങളും എങ്ങോട്ടാണ് കറങ്ങുന്നത്? സാധാരണ രീതിയിൽ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് പോകുന്നത്, റൊട്ടേഷൻ ചെയ്യുന്നത്. നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളെല്ലാം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. പക്ഷെ ശുക്രനും യുറാനസും എങ്ങനെയാണ് പോകുന്നത്? അവർ തിരിച്ചാണ് പോകുന്നത്, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് പോകുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട്. സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. എന്നാൽ ശുക്രന്റെയും യുറാനസിന്റെയും ഭ്രമണദിശ എന്ന് പറയുന്നത് എതിർദിശയാണ്, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അത് രണ്ടെണ്ണം എക്സെപ്റ്റ് ആണ്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ശുക്രനാണ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് തിരിച്ചു കറങ്ങുന്നത്. അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് കറങ്ങുന്ന ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ യുറാനസ് കിടന്ന് അല്ലെങ്കിൽ ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, അതേപോലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ യുറാനസിനെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ യുറാനസിന്റെയും ഭ്രമണദശ എന്ന് പറയുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ശുക്രൻ യുറാനസിന്റെയും ഭ്രമണദശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടും, ബാക്കിയുള്ള ഭൂമി ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണദശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടുമാണ്, വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു ഭാഗത്ത് അവിടെ അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഭ്രമണം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പരിക്രമണം കൂടി പറയേണ്ടതായിട്ടുണ്ട്, റെവല്യൂഷനോടെ പറയേണ്ടതുണ്ട്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഭൂമിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭൂമി ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ ചുറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി സ്വയം അച്ചുതണ്ടി കറങ്ങുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത ഓർബിറ്റിലൂടെ എന്ത് ചെയ്യുന്നു? സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ്. നമുക്കറിയാം അതിന്റെ ആ ഓർബിറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? എലിപ്സ് ഷേപ്പാണ്, അണ്ഡാകൃതിയാണ്. കോഴിമുട്ടയുടെ ആകൃതിയില്ല, ആ ഒരു ആകൃതിയാണ് ഭൂമിയുടെ ഓർബിറ്റിന്റെ ആകൃതി എന്ന് പറയുന്നത്. വൃത്താകൃതിയിലുള്ള ഒരു പാതയിലൂടെയാണ് നമ്മുടെ ഭൂമി പരിക്രമണം ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പേജിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 365 ദിവസമാണ്. 365 ദിവസവും 4-1 ദിവസം കൂടി കൂട്ടുമ്പോൾ 365 ദിവസം കൊണ്ടാണ് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നത്? ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്.
അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ പ്രായോഗിക സൗകര്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 365 ദിവസത്തെയാണ് ഒരു വർഷമായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ ഓരോ വർഷം അധികമായിട്ട് വരുന്ന കാൽ ദിവസങ്ങൾ എന്ത് ചെയ്യുന്നു, 4 വർഷം കൂടുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. സാധാരണ നമ്മൾ ഫെബ്രുവരി 28 ദിവസമാണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രായോഗിക സൗകര്യത്തിനാണ് നമ്മൾ 365 ദിവസം പറയുന്നതെങ്കിലും എന്ത് ചെയ്യുന്നു, ഒരു 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ 29 ദിവസമായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് പരിക്രമണ റെവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം നോക്കുക. അപ്പം ഈ 2024 അതിവർഷമാണെങ്കിൽ പിന്നെ അതിനുശേഷം വരുന്ന അതിവർഷം ഏതാണെന്ന് നമുക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട്, പുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2024 അതിവർഷമാണെങ്കിൽ അതിന്റെ അടുത്ത അതിവർഷം വരുന്നത് എന്തിനാണ്, 2024 കൂടെ 4 വർഷത്തോടെ കൂട്ടിക്കഴിഞ്ഞാൽ 2028 നമുക്ക് അടുത്ത അതിവർഷമാണെന്ന് പറയാം അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞു സൗരയൂഥത്തിലെ ശുക്രൻ, യുറാനസ് ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ എല്ലാം പടിഞ്ഞാറുന്ന് കിഴക്കോട്ടാണ്. അത് അറിഞ്ഞുകൂടാത്തവരെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നീട് ആ പേജിൽ തന്നെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞൊരു പിന്നെ ചെറിയ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ആണ് പകൽ രാത്രി പ്രകാശവൃത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്, 24 മണിക്കൂറാണ് അല്ലെ. 24 മണിക്കൂർ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഒരു ഭൂമി ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. കറക്റ്റ് എന്ന് പറയുന്നത് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭ്രമണ വേളയിൽ, അതായത് നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യുന്ന സമയത്ത് സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് എന്താണ്, പകലാണ്. നമുക്കറിയാം ഭ്രമണം ചെയ്യുന്ന സമയത്ത് സൂര്യൻ അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് പകലും അത് മറുഭാഗത്ത് എന്താണ്, രാത്രിയുമാണ്. അപ്പൊ ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്ത് പറയുന്നത്, പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. ഭൂമി കറങ്ങുന്നതനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പ്രകാശവൃത്തം നിരന്തരം മാറുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ദിനരാത്രങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ മുകളിലോട്ട് വരുമ്പം കൊറിയോലിസ് പ്രഭാവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, കൊറിയോലിസ് എഫക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊറിയോലിസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്മിറൽ ഫെറൽ കണ്ടെത്തിയിട്ടുള്ള കൊറിയോലിസ് എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഭൂമിയുടെ ഭ്രമണം കാരണം, നമുക്കറിയാം ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭൂമിയുടെ ഭ്രമണം കാരണം ഒരു ചലിക്കുന്ന വസ്തുവിന് അതിന്റെ സഞ്ചാരപാതയിൽ വ്യതിയാനം ഉണ്ടാകുന്നു. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ കാറ്റ്, അതുപോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങള് അല്ലെ, അപ്പം ഓഷ്യൻ കറൻസ്. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു, അതിന്റെ സഞ്ചാരപാതയിൽ വ്യതിയാനം ഉണ്ടാകുന്നു, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ എന്ത് കാരണം കൊണ്ട്, ഭൂമിയുടെ ഭ്രമണം കാരണം കൊണ്ട്. അപ്പൊ ഇതിനെയാണ് കൊറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നത്. അപ്പം ഇതിന് കാരണമായിട്ടുള്ള ഒരു ഫോഴ്സിന് നമുക്ക് കൊറിയോലിസ് ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോലിസ് ബലം എന്നൊക്കെ പറയുകയും ചെയ്യാം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ കൊറിയോലിസ് പ്രഭാവം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാല്, നമ്മുടെ ഭൂമി നമ്മൾ പറഞ്ഞു എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, വെസ്റ്റ് നിന്നും ഈസ്റ്റിലേക്കാണ് അല്ലെ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഭൂമധ്യരേഖ പ്രദേശത്ത് കറക്കത്തിന്റെ വേഗത എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഭൂമധ്യരേഖ പ്രദേശത്തായിരിക്കും ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ അല്ലെ. ഇപ്പം കറക്കത്തിന്റെ ഭ്രമണത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖ പ്രദേശത്തായിരിക്കും. ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ്, വേഗത കുറവാണ് അല്ലെ. പോളിലോട്ട് പോകുന്ന സമയത്ത് എന്താണ്, വേഗത കുറവാണ്. അപ്പം ഒരു വസ്തു ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടോ തെക്കോട്ടോ സഞ്ചരിക്കുമ്പോൾ അത് വ്യത്യസ്ത വേഗതയിലുള്ള പ്രദേശങ്ങളിലൂടെ എന്ത് ചെയ്യാറുണ്ട്, കടന്നു പോകാറുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്ത് ചെയ്യണം, ഇടത്തോട്ടുമാണ് ഈ ഒരു ഡയറക്ഷൻ ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു മിസൈൽ നമ്മൾ ഉത്തരാർദ്ധഗോളത്തിലേക്ക് വിക്ഷേപിക്കുകയാണെങ്കിൽ അത് ലക്ഷ്യസ്ഥാനത്തിന്റെ വലത്തേക്കായിരിക്കും പോവുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊറിയോലിസ് പ്രഭാവത്താല് സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാര ദിശ ഉത്തരാർദ്ധഗോളത്തിൽ എപ്പോഴും വലതുവശത്തേക്കായിരിക്കും. അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, വലതുവശത്തേക്കായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കുമായിരിക്കും. ഇതൊക്കെ ഒരുപാട് തവണ നമുക്ക് എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. നമ്മൾ പിന്നെ പറഞ്ഞു പരിക്രമണ റെവല്യൂഷൻ നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് അവിടെ കൊടുത്തിട്ടുള്ള ഒരു കാര്യം, പുരസരണം. കേട്ടോ, പുരസരണം അല്ലെങ്കിൽ പ്രിസിഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ട്, അപ്പൊ അച്ചുതണ്ടിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ട് ഭൂമിയോടൊപ്പം ഭ്രമണം ചെയ്യുന്നതിനെയാണ് നമ്മൾ പുരസരണം എന്ന് പറയുന്നത്.
ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അച്ചുതണ്ടിന്റെ ഭ്രമണമായിട്ടുള്ള പുരസരണം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഭ്രമണം എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണെങ്കിൽ നമ്മുടെ അച്ചുതണ്ടിന് ഭ്രമണം ചെയ്യാൻ എത്ര വർഷം എടുക്കും? 26,000 വർഷം എടുക്കും. അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഇത് ഏകദേശം 26,000 വർഷം. ഇത് ഏകദേശ കണക്കാണ് കേട്ടോ, ഏകദേശ കണക്കുകളാണ്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കണക്കുകളല്ല. ഏകദേശം ഒരു 26,000 വർഷമാണ് എടുക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ അതും വരാം. ആ പുരസരണം അല്ലെങ്കിൽ പ്രിസിഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ഭ്രമണത്തെ പറയുന്ന വാക്കാണ് പുരസരണം എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ ഭൂമി 24 മണിക്കൂർ എടുക്കുമെങ്കിൽ 26,000 വർഷം കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. ആര്? നമ്മുടെ അച്ചുതണ്ട്. ഓക്കെ, അപ്പം അച്ചുതണ്ട് നമുക്കറിയാം ഒരു സാങ്കല്പിക രേഖയാണ്. അപ്പൊ അതെങ്ങനെ ഭ്രമണം ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം വരാം. അപ്പൊ അച്ചുതണ്ട് നമ്മൾ പറഞ്ഞ ഒരു ഇമാജിനറി ലൈനാണ്. എന്നാൽ ആ രേഖയുടെ ദിശ കാലാകാലങ്ങൾ എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. ഈ ഒരു മാറ്റം സംഭവിക്കാനാണ് 26,000 വർഷം എടുക്കുന്നത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ബലമാണ് നമ്മൾ മനസ്സിലാക്കണം. സൂര്യചന്ദ്രന്മാരുടെ ഗുരുത്വാകർഷണ ബലമാണ് ഇത്തരത്തിലുള്ള ഒരു പുരസരണത്തിന് കാരണം. ചുരുക്കത്തിൽ പുരസരണം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ ഒരു സാങ്കല്പിക അച്ചുതണ്ടിന്റെ ദിശ എന്ത് ചെയ്യുന്നു? വളരെ സാവധാനം മാറുന്നതിനാണ്. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു പമ്പരം നമ്മൾ കറക്കുവാണ്. ഒരു പമ്പരം നമ്മൾ തറയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പമ്പരം കറക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല സ്പീഡിലാണ് അത് കറക്കുന്നത്. അപ്പൊ അത് വേഗത്തിൽ കറങ്ങുവാണെങ്കിൽ അതെന്ത് ചെയ്യും? ആ വേഗത്തിൽ ആ സ്പീഡിനനുസരിച്ച് കറങ്ങുന്ന ആ ആദ്യത്തെ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? അത് നേരെയാണ് നിൽക്കുന്നത്, അല്ലെ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലയോ? അതിന്റെ കറക്കം കുറയുമ്പോൾ, അത് കുറെ നേരം കറങ്ങി കഴിഞ്ഞാൽ അതിന്റെ കറക്കം കുറയുമല്ലോ. ആ കറക്കം കുറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പമ്പരം നേരെ നിൽക്കാതെ അതിന്റെ മുകൾ ഭാഗം ചെറിയൊരു വൃത്തത്തിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും, ഒരു സർക്കിളിൽ ഇങ്ങനെ ചുറ്റാൻ തുടങ്ങും. എന്നിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? താഴെ വീഴുന്നത്. നമ്മുടെ ഭൂമി ഇതുപോലെയാണ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് കൂടാതെ അതിന്റെ അച്ചുതണ്ടിന് തന്നെ എന്തുണ്ട്? ചെറിയൊരു വളവുണ്ട്. അതാണ് നമ്മൾ 23 ഡിഗ്രി എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെറിയ വളവിനെയാണ് 23 ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഒരു വളവ് കാരണം അച്ചുതണ്ട് എന്ത് ചെയ്യുന്നു? ഒരു വൃത്തം വരയ്ക്കുന്നത് പോലെ സാവധാനം ചലിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുരസരണം എന്ന്. സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ പമ്പരത്തിന്റെ ഇത് വെച്ചിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത് സൗര സമീപകം, പെരിഹീലിയനും അതുപോലെ തന്നെ അപ്ഹീലിയനും, സൂര്യോച്ഛം സൗര സമീപകത്തെ കുറിച്ചാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് സൂര്യനെ ചുറ്റുന്നത് നമ്മൾ പറഞ്ഞു. അതിന്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് ഏത് ഷേപ്പിലാണ്? ദീർഘവൃത്താകൃതിയിലാണ്, അല്ലെങ്കിൽ അണ്ഡാകൃതിയിലാണ്, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? അതുകൊണ്ട് തന്നെ വർഷത്തിൽ ചിലപ്പോൾ ഭൂമി സൂര്യനോട് അടുത്തും ചിലപ്പോൾ അകന്നും സഞ്ചരിക്കും. അപ്പൊ ഈ ഒരു ഓർബിറ്റിന്റെ ഷേപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലായതുകൊണ്ട് തന്നെ, ഒരു അണ്ഡാകൃതി, ഒരു മുട്ടയുടെ ആകൃതി ആയതുകൊണ്ട് തന്നെ ആ മുട്ടയ്ക്ക് നമുക്കറിയാം മുട്ടയുടെ ആകൃതി അനുസരിച്ചുകൊണ്ട് എന്താണ് ആ ഷേപ്പിന്റെ വ്യത്യാസം കൊണ്ട് സൂര്യൻ കുറച്ച് അടുത്തും അതുപോലെ തന്നെ സൂര്യൻ കുറച്ച് ഒരു പ്രത്യേക ദിവസത്തിൽ സൂര്യൻ കുറച്ചുകൂടെ അകലത്തിലും ഒക്കെ വരും. അപ്പൊ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തെയാണ് സൗര സമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് പറയുന്നത്. സമീപത്തുള്ളതാണ് സൗര സമീപകം. മലയാളത്തിലുള്ള പേര് കേൾക്കാൻ നമുക്ക് മനസ്സിലാവും. ആ പെരിഹീലിയൻ എന്താണെന്ന് പറഞ്ഞാൽ അടുത്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ജനുവരി 3-നാണ് സൗര സമീപകം പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. പൊതുവെ ജനുവരി 3-നാണ്. അപ്പം നമ്മുടെ ഭൂമി എത്രത്തോളം സൂര്യന്റെ അടുത്ത് എത്ര കിലോമീറ്റർ എന്ന് ചോദിച്ചാൽ 147 ദശലക്ഷം കിലോമീറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഒരുപാട് തവണ എക്സാമുകൾക്കെല്ലാം ചോദിച്ചിട്ടുണ്ട്. 147 ദശലക്ഷം കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 147 മില്യൺ 147 മില്യൺ കിലോമീറ്റർ ആണ് 147 ദശലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഭൂമി സൂര്യയുടെ ഏറ്റവും അകന്നു പോകുന്ന ദിവസമാണ് സൂര്യോച്ഛം എന്ന് പറയുന്നത്, അപ്ഹീലിയൻ എന്ന് പറയുന്നത്. ഇത് പൊതുവെ എന്നാണ് സംഭവിക്കുന്നത്? ജൂലൈ 4-നാണ് സംഭവിക്കുന്നത്. അപ്പൊ എത്ര കിലോമീറ്റർ അകലെ വരും എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യൻ തമ്മിലുള്ള അകലം 152 മില്യൺ കിലോമീറ്റർ അല്ലെങ്കിൽ 152 ദശലക്ഷം കിലോമീറ്റർ ആണ് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ സണ്ണും എർത്തും നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 152 കിലോമീറ്റർ ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഏറ്റവും അടുത്തായിട്ട് വരുമ്പോൾ എത്രയാണ്? 147 കിലോമീറ്റർ ആണ്, മില്യൺ കിലോമീറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 147 152 ഇത് രണ്ടും നിങ്ങൾ മറന്നു പോകരുത്. 147 ദശലക്ഷം കിലോമീറ്റർ 152 ദശലക്ഷം കിലോമീറ്റർ മറന്നു പോകരുത്. അതുപോലെ തന്നെ 147 സംഭവിക്കുന്നത് എന്നാണ്? ജനുവരി 3-നാണെങ്കിൽ 152 സംഭവിക്കുന്നത് ജൂലൈ 4-നാണ് പൊതുവേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരിഞ്ഞു പോകരുത്, മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ പരിക്രമണ വേഗത അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അറിയാവുന്നവരുണ്ട്, അറിയാത്തവർ എഴുതി വെക്കുക. ഏകദേശം 30 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ
ഭ്രമണ വേഗത എന്ന് പറയുന്നത് അതും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഭൂമിയുടെ ഭ്രമണ വേഗത പരിക്രമണ വേഗതയാണ്. പരിക്രമണ വേഗത എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീടാണ് നോക്കിയ അയനം. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്ന ചെറിയ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അയനം എന്ന് പറഞ്ഞാൽ എന്താണ് അയനം? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ സൂര്യൻ വടക്കോട്ടും തെക്കോട്ടും സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ശ്രദ്ധിക്കണേ, നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ നമ്മുടെ സൂര്യൻ ഉത്തരാർദ്ധ രേഖയിലേക്കും അല്ലെങ്കിൽ ദക്ഷിണായന രേഖയിലേക്കും വടക്കോട്ടും തെക്കോട്ടും സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ വാർഷിക സഞ്ചാരത്തെയാണ് എന്ത് പറയുന്നത്? അയനം അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തോന്നലാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓർബിറ്റിന്റെ ഷേപ്പും കാര്യങ്ങളും അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഭൂമി ഇങ്ങനെ സൂര്യൻ എന്ത് ചെയ്യുന്നു, മുകളിലേക്കും താഴേക്കും പോകുന്നതായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കണം. വിഷുവം നമ്മൾ കേട്ടിട്ടുണ്ട്. വിഷുവം അല്ലെങ്കിൽ ഇക്വിനോക്സ് എന്ന് പറയുന്നത് എന്താണ്? വിഷുവം അല്ലെങ്കിൽ ഇക്വിനോക്സ്, അതിന് മറ്റൊരു പേരോടുണ്ട്. വിഷു എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല, ഇക്വിനോക്സ് എന്ന് പറയുമ്പോൾ മനസ്സിലാവത്തില്ല. സമരാത്ര ദിനം അല്ലെങ്കിൽ വിഷുവം അല്ലെങ്കിൽ ഇക്വിനോക്സ്, സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവം അല്ലെങ്കിൽ ഇക്വിനോക്സ്. നമുക്കറിയാം ഈ സമരാത്ര ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? സമരാത്രം, അതായത് രാത്രിയും പകലും അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് തുല്യമായിരിക്കുന്ന ദിവസങ്ങളെയാണ് നമ്മൾ സമരാത്ര ദിനം എന്ന് പറയുന്നത്. രാത്രിയും പകലും എന്താണ്? തുല്യമായിട്ടുള്ള സമയങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവം അല്ലെങ്കിൽ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് നമുക്കറിയാം 23 ഡിഗ്രിയാണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ്. അപ്പോൾ ഈ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് കാരണം സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ നേരിട്ട് പതിക്കുന്ന ദിവസങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഷുവങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു വർഷത്തിൽ 2 വിഷുവങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷുവം എന്ന് പറയുന്നത് വസന്ത വിഷുവും രണ്ടാമത്തേത് ശരത് വിഷുവാണ്. വസന്ത വിഷു എന്നാന്ന് ചോദിച്ചാൽ മാർച്ച് 21. ഇവിടെ കാണുന്നുണ്ട് മാർച്ച് 21 എന്തെന്ന് പറയുന്നത്? വസന്ത വിഷു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയും. സ്പ്രിംഗ് ഇക്വിനോക്സ് അല്ലെങ്കിൽ വസന്ത വിഷു എന്ന് പറയുന്നത് മാർച്ച് 21. ശരത് വിഷു എന്ന് പറയുന്നത് സെപ്റ്റംബർ 23 സെപ്റ്റംബർ 23 ശരത് വിഷുവം അല്ലെങ്കിൽ ഓട്ടോമിനൽ ഇക്വിനോക്സ്. ഓട്ടോമിനൽ ഇക്വിനോക്സ് അല്ലെങ്കിൽ ശരത് വിഷു എന്ന് പറയുന്നത് സെപ്റ്റംബർ 23 വസന്ത വിഷുവം അല്ലെങ്കിൽ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയുന്നത് മാർച്ച് 21 ഇതിന്റെ പ്രത്യേകത എന്താണ്? നോക്കിയേ, നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് കാരണം സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ നേരിട്ട് പതിക്കുന്നു. ഒരു വർഷത്തിൽ 2 വട്ടം ഇങ്ങനെ സംഭവിക്കുന്നു. ഏതൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 വസന്ത വിഷുവെന്നും ശരത് വിഷുവെന്നും. മാർച്ച് 21 വസന്ത വിഷുവം, വസന്ത വിഷുവം അല്ലെങ്കിൽ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നും. സെപ്റ്റംബർ 23 ശരത് വിഷുവം അല്ലെങ്കിൽ ഓട്ടോമിനൽ ഇക്വിനോക്സ് സ്പെല്ലിംഗ് തെറ്റിയോ? ഓട്ടോമിനൽ ഇക്വിനോക്സ് എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ മാർച്ച് 21 സെപ്റ്റംബർ 23 നിങ്ങൾ മറക്കല് 2 വിഷുവങ്ങളാണ്. പിന്നീട് നമുക്ക് വിഷുവങ്ങളെ പോലെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അയനാന്തങ്ങൾ. വിഷുവത്തിന്റെ കാര്യം നമ്മൾ പറയുമ്പം നമ്മൾ മനസ്സിലാക്കണം അയനാന്തം. അയനം എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ സൂര്യൻ വടക്കോട്ടും തെക്കോട്ടും ഉത്തരാർദ്ധ രേഖയിലേക്കും അതുപോലെ തന്നെ ദക്ഷിണായന രേഖയിലേക്കും എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെ അയനത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അയനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അയനം 2 തരത്തിലാണ്. അയനാന്തത്തെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഗ്രീഷ്മ അയനാന്തം എന്നും അതേപോലെ തന്നെ അതേപോലെ തന്നെ ശൈത്യ അയനാന്തം എന്നും നമുക്ക് 2 ആയിട്ട് തിരിക്കാം. അയനാന്തത്തെ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മർ സോൾസ്റ്റിസ്. സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽ അവധിയാണ് അല്ലെ? നമുക്കറിയാം വേനൽ കാലം. സമ്മർ സോൾസ്റ്റിസും വിന്റർ സോൾസ്റ്റിസും 2 എണ്ണമാണ്. ഗ്രീഷ്മവും ശൈത്യവും, സമ്മറും
വിന്റർ സോൾസ്റ്റിസും. ഓക്കെ ആണല്ലോ. അപ്പൊ ഗ്രീഷ്മ അയനാന്ത ദിനം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റിസും അതുപോലെ തന്നെ ശൈത്യ അയനാന്ത ദിനം വിന്റർ സോൾസ്റ്റിസും, രണ്ട് അയനാന്തങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് നമുക്ക് പഠിക്കുമ്പം നോക്കുക, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തേത് ഗ്രീഷ്മ അയനാന്ത ദിനം. നമ്മൾ പറഞ്ഞു സമ്മർ സോൾസ്റ്റിസ്, നമ്മൾ പറഞ്ഞു ഗ്രീഷ്മ അയനാന്ത ദിനം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിൽ ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമുള്ള ദിനമാണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് അയനാന്തങ്ങളാണ് പറഞ്ഞത്, ഗ്രീഷ്മ അയനാന്തവും ശൈത്യ അയനാന്തവും. ഗ്രീഷ്മ അയനാന്ത ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിൽ ഈ ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമുള്ള ദിവസം എന്ന് പറയുന്നത് ഗ്രീഷ്മ അയനാന്ത ദിനത്തിലാണ്. ഇത് സാധാരണയായി സംഭവിക്കുന്നത് ജൂൺ 21-നാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിഷുവത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിഷു രണ്ട് തരത്തിലുണ്ട്, വസന്ത വിഷുവും അതുപോലെ തന്നെ ശരത് വിഷുവും. സ്പ്രിംഗ് ഇക്വിനോക്സും ഓട്ടോം ഇക്വിനോക്സും നമ്മൾ പറഞ്ഞു. അത് മാർച്ച് 21 സെപ്റ്റംബർ 23 പറഞ്ഞു. ആ ഡേറ്റ് മറന്നുപോലെ. അതുപോലെ തന്നെ നമ്മൾ അയനാന്തത്തെ കുറിച്ച് പറയുമ്പോൾ ഗ്രീഷ്മ അയനാന്തവും ശൈത്യ അയനാന്തവും ഉണ്ട്. ഗ്രീഷ്മ അയനാന്തം പ്രധാനമായിട്ടും സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യം പിന്നെ ഉത്തരാർദ്ധഗോളത്തിൽ ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമുള്ള ദിവസമാണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത്. ഇത് സാധാരണയായി സംഭവിക്കുന്നത് ജൂൺ 21-നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജൂൺ 21-നാണെന്ന്. അതായത് നമ്മുടെ ഇവിടെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ആ ഒരു പിക്ചറിനകത്തുനിന്ന് നമുക്ക് ഗ്രീഷ്മ അയനാന്ത ദിനം നോക്കുക, സമ്മർ സോൾസ്റ്റിസ് നോക്കുക. അവിടെ നോക്കുക, മാർച്ച് 21 നമ്മുടെ ഭൂമധ്യരേഖ ഉണ്ട്. ഭൂമധ്യരേഖ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ എന്ത് ചെയ്യുന്നു? വടക്കോട്ട്, അതായത് ഉത്തരായന രേഖയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം. സെപ്റ്റംബർ വരെ എങ്ങനെ വന്നു വെച്ചാൽ മാർച്ച് 21 നമ്മൾ തുടങ്ങുകയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഇവിടെ ജൂൺ വന്നേ. ജൂൺ 21 ആയപ്പം നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലായി. കാരണം എന്താണ്? സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്കാണ് വന്നത്. അപ്പം നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ഈ ജൂൺ 21-നാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും ജൂൺ 21-നാണ്. ഈ ജൂൺ 21 കഴിഞ്ഞതിന് ശേഷം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇവിടെ സെപ്റ്റംബർ, അതായത് ഇത് മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരണമല്ലോ. സൂര്യൻ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് 3 മാസം. 3 മാസം മുകളിലോട്ട് പോകുന്നു, 3 മാസം താപ്പോട്ട് വരുന്നു. അപ്പൊ ടോട്ടൽ എത്ര മാസമായി? 6 മാസമായി അല്ലെ? അപ്പൊ ഈ 6 മാസവും ഇവിടെ എന്തായിരിക്കും? പകലായിരിക്കും. തുടർച്ചയായിട്ട് പകൽ വെളിച്ചം ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ തുടർച്ചയായിട്ട് 6 മാസക്കാലം എന്തായിരിക്കും? ഇവിടെ രാത്രിയായിരിക്കും അല്ലെ? അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലോട്ടാണ് സൂര്യൻ പോകുന്നത്. അത് പോകാനുള്ള കാരണം സൂര്യൻ പോകുന്നതല്ല, നമ്മുടെ ഈ ഒരു ഓർബിറ്റിന്റെ അച്ചുതണ്ടിന്റെ ചരിവ് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അങ്ങനെ എന്താണ് മാറുന്നതാണ്, ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും കൊണ്ട് മാറുന്നതാണ്. അപ്പൊ ഈ മാർച്ച് 21 മുതൽ മാർച്ച് 21 തുടങ്ങി ഏപ്രിൽ, മെയ്, ജൂൺ വരെ എന്ത് ചെയ്യുന്നു? സൂര്യൻ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നു. ജൂൺ 21 ഏറ്റവും ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും വലിയ പകലും ഏറ്റവും ചെറിയ രാത്രിയും കിട്ടുന്നു. ശേഷം ജൂൺ കഴിഞ്ഞു, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? താപ്പോട്ട് സൂര്യൻ ഇറങ്ങുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അത്രയാണ് നമ്മൾ പറയുന്നു. താഴോട്ട് വരുന്ന ആ ഒരു മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ ഒരു 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ ഒരു കാലയളവ് നമ്മൾ പറഞ്ഞു ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ എന്താണ് 6 മാസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു? പകലായിരിക്കും. പിന്നീട് അതിനുശേഷം നമ്മൾ പറയുന്നത് ആ ഒരു ഗ്രീഷ്മ അയനാന്ത ജൂൺ 21 വിവിധ അക്ഷാംശ രേഖകളിലെ പകലിന്റെ ദൈർഘ്യമൊക്കെ നമുക്ക് അടുത്ത ഒരു പേജിൽ കൊടുത്തിട്ടുണ്ടാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഗ്രീഷ്മ അയനാന്ത ദിനം. അതായത് ഈ ചൂട് നമ്മുടെ പകൽ ഏറ്റവും കൂടുതലുള്ള സമയത്ത്, അതായത് ജൂൺ 21 വിവിധ അക്ഷാംശ രേഖകളിലെ പകലിന്റെ ദൈർഘ്യം അവിടെ നമുക്ക് ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം. കാരണം ഇതൊന്നും കഴിഞ്ഞ ടെക്സ്റ്റിലൊന്നും ഇല്ലായിരുന്നു, പുതിയതായിട്ട് വന്നതാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അക്ഷാംശ ഗ്രീഷ്മ അയനാന്ത ദിനത്തില് പിന്നെ 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിലെ പകലിന്റെ ദൈർഘ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? അല്ലെങ്കിൽ 66 ഡിഗ്രി തെക്ക് പകലിന്റെ ദൈർഘ്യം എന്താണ്? ഇല്ല എന്നാണോ? അതോ 23 മണിക്കൂറാണോ? 13 മണിക്കൂർ? അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ പറഞ്ഞത് ഗ്രീഷ്മ അയനാന്ത ദിനത്തെ കുറിച്ചാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിലെ ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമായിരിക്കും. സാധാരണയായിട്ട് സംഭവിക്കുന്നത് ജൂൺ 21-നാണ്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ വടക്കോട്ട് ഉത്തരായന രേഖയിലോട്ട് സഞ്ചരിക്കുന്നു. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ, അതായത് ഈ 6 മാസക്കാലം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഈ 6 മാസക്കാലം എന്താണ്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ
ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് പകലായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതുകൂടെ ഒന്ന് പഠിക്കണം. ഈ ഒരു പട്ടിക കൂടി നമ്മൾ പഠിക്കണം. ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ജൂൺ 21 നോക്കുക, അക്ഷാംശ രേഖ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള അക്ഷാംശ രേഖ നോക്കുക. 90 ഡിഗ്രി വടക്കിൽ, 90 ഡിഗ്രി വടക്ക് നോർത്ത് പോളില് 24 മണിക്കൂറും പകലായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ 24 മണിക്കൂറും പകലായിരിക്കും. അവിടെ രാത്രി എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇവിടെ നോർത്ത് പോളിൽ എന്താണ്, എപ്പോഴും പകൽ വെളിച്ചമായിരിക്കും. 6 മാസക്കാലം ഇവിടെ കണ്ടിന്യൂസ് എന്താണ്, പകൽ വെളിച്ചമാണ്. അതുകൊണ്ടാണ് ഇവിടെ 90 ഡിഗ്രി വടക്ക് ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ജൂൺ 21 അക്ഷാംശ രേഖ 90 ഡിഗ്രി വടക്ക് 24 മണിക്കൂറും പകലായിരിക്കും. അതുപോലെ തന്നെ 66 ഡിഗ്രി വടക്കും എന്താണ്, 24 മണിക്കൂറും പകലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് നോക്കി 23.5 ഡിഗ്രി വടക്ക് ഭൂമധ്യരേഖയിൽ നിന്നും മുകളിലോട്ട് വരുമ്പോൾ 23.5 ഡിഗ്രി വടക്ക് 13 മണിക്കൂറായിരിക്കും പകലിന്റെ ദൈർഘ്യം. 13 മണിക്കൂർ 27 മിനിറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. 13 മണിക്കൂറും 27 മിനിറ്റും ആണ് നമ്മുടെ 23.5 ഡിഗ്രി അക്ഷാംശ രേഖയിലെ പകലിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. എത്രയാണ്? 13 മണിക്കൂറും 27 മിനിറ്റും. ഈ ഒരെണ്ണം കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശൈത്യ അയനാന്ത ദിനത്തിലെ അക്ഷാംശ രേഖയിൽ ഉണ്ടാകുന്ന പകലിന്റെ ദൈർഘ്യവും നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് നേരെ തിരിച്ചിട്ടാൽ മതി, ബാക്കിയുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ 23 ഡിഗ്രി വടക്ക് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 0 ഡിഗ്രി അക്ഷാംശ രേഖയിൽ നോക്കുക, നമുക്കറിയാം ഭൂമധ്യ രേഖയിൽ എപ്പോഴും 12 മണിക്കൂറായിരിക്കും പകലിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതിന് മാറ്റമില്ല. പിന്നീട് 23 ഡിഗ്രി തെക്ക് വരുമ്പോൾ 10 മണിക്കൂറും 33 മിനിറ്റും 10 മണിക്കൂറും 33 മിനിറ്റും 10 മണിക്കൂറും 33 മിനിറ്റും 10 മണിക്കൂറും 33 മിനിറ്റും. ഇവിടെ 13 മണിക്കൂറും 27 മിനിറ്റും ആണെങ്കിൽ 23 ഡിഗ്രി തെക്ക് 10 മണിക്കൂറും 33 മിനിറ്റും ആയിരിക്കും പകലിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. നോക്കിയേ, 66 ഡിഗ്രി തെക്കും 90 ഡിഗ്രി തെക്കും എന്തില്ലടേ, പകലില്ല. ഇവിടെ കണ്ടിന്യൂസ് രാത്രിയായിരിക്കും, പകൽ വെളിച്ചമില്ല, പകലിന്റെ ദൈർഘ്യം ഇല്ല. അപ്പം ഇത് രണ്ടും നമുക്ക് പഠിക്കാലോ. ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ, ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജൂൺ 21 ഭൂമധ്യ നോർത്ത് പോളിലായിരിക്കും സൂര്യൻ, അതായത് ഉത്തരാർദ്ധ ഗോളത്തിലായിരിക്കും നമ്മുടെ സൂര്യന് 6 മാസക്കാലം 90 ഡിഗ്രി വടക്കും 66 ഡിഗ്രി വടക്കും എന്താണ്, പകലായിരിക്കും എന്ന് മനസ്സിലാക്കി. 23 ഡിഗ്രി വടക്ക് വരുമ്പോൾ 13 മണിക്കൂർ പകലും 13 മണിക്കൂർ 27 മിനിറ്റ് പകലായിരിക്കും. 0 ഡിഗ്രി അക്ഷാംശ രേഖയിലെ 12 മണിക്കൂർ ആയിരിക്കും പകല്. അതുപോലെ 23 ഡിഗ്രി തെക്കാവുമ്പോൾ 10 മണിക്കൂറും 33 മിനിറ്റും. നമ്മൾ ഇത് രണ്ടും ഒക്കെ പഠിച്ചാൽ മതി, ബാക്കി ഒന്നും മാറ്റമില്ല. തിരിച്ചിട്ടാൽ മതി, ഒരെണ്ണം മാത്രം തിരിച്ചിട്ടാൽ മതി. ഇവിടെ രണ്ടും പകലില്ല, ഇവിടെ രണ്ടും 24 മണിക്കൂറും പകലാണ്. ഇവിടെ ഭൂമധ്യ രേഖയിൽ എന്താണ്, എപ്പോഴും 12 മണിക്കൂറായിരിക്കും പകല്. ഇവിടെ നോക്കിയാൽ 13 മണിക്കൂർ 27 മിനിറ്റ് 10 മണിക്കൂർ 33. അപ്പൊ ഈ രണ്ട് കണക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഇത് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഗ്രീഷ്മ അയനാന്ത ദിനമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ശൈത്യ അയനാന്ത ദിനത്തിലേക്ക് പോവുകയാണ്. ശൈത്യ അയനാന്ത ദിനമാണ് അടുത്തൊരു പിന്നെ നമുക്കിവിടെ അടുത്ത ഒരു പേജിലായിട്ട് നമുക്ക് പറയുന്നത്. അപ്പം അത് പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ ഒരു കോളം ഉണ്ടായിരുന്നു, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ടു പോയിട്ടുണ്ട്. ആ ഒരു കോളത്തിനകത്ത് നമുക്ക് നോക്കട്ടെ. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ സൈഡിൽ ഇവിടെ ഒരു കൊടുത്ത് നമ്മൾ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യൻ സ്ഥാനം മാറുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത് നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് സൂര്യൻ മാറുന്നതല്ല, നമുക്ക് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും പരിക്രമണവും ഭൂമിയുടെ പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ ശരിക്കും സൂര്യൻ മാറുന്നല്ല നമ്മൾ പറഞ്ഞ കാര്യമാണ്. എങ്കിലും ആ ഒരു കോളം നമ്മൾ വിട്ടുപോയതായിട്ട് എനിക്ക് തോന്നിയത്, അപ്പൊ ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീഷ്മ അയനാന്ത കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ അടുത്ത പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട് ശൈത്യാനത്. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പറയാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ആയതുകൊണ്ടാണ് പറയാത്തത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഉത്തരാർദ്ധ ഗോളത്തിലെ ധ്രുവപ്രദേശത്ത് 6 മാസക്കാലം പകലായിരിക്കും. എങ്ങനെയാണെങ്കിൽ ഈ കാലയളവ് ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിലെ രാത്രിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് എന്താണ്, 6 മാസം രാത്രിയായിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിരിക്കും. പിന്നീട് നോക്കിയാൽ ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോൾസ്റ്റിസ്, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ശൈത്യ അയനാന്ത ദിനം നമ്മൾ ഗ്രീഷ്മ അയനാന്ത ദിനം പറഞ്ഞതുപോലെയാണ് ശൈത്യ അയനാന്ത ദിനത്തിന്റെ കാര്യവും. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഹ്രസ്വമായ രാത്രിയുമായിരിക്കും ഈ ശൈത്യ അയനാന്ത ദിനത്തിൽ സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും ഡിസംബർ 22-നാണ്. ഡിസംബർ 22-നാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 23 മുതൽ താപ്പോട്ട് വന്ന് ഡിസംബർ 22 വരെ. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ തെക്കോട്ട്, അതായത് ദക്ഷിണായന രേഖയിലേക്ക് സഞ്ചരിക്കുന്നു. നമ്മൾ ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ നമ്മൾ ഇവിടെ എന്തോ പറഞ്ഞത്, ഗ്രീഷ്മ അയനാന്ത ദിനത്തില്
മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ മുകളിലോട്ട് പോയിട്ട് ജൂൺ മുതൽ സെപ്റ്റംബർ 23 വരെ താപ്പോട്ട് വരുന്നത്. അപ്പൊ 6 മാസക്കാലം കഴിഞ്ഞല്ലോ. ഇനി ഇവിടുന്ന് താപ്പോട്ടല്ലേ വരേണ്ടത്? ഈ താപ്പോട്ടല്ലേ വരേണ്ടത് സൂര്യൻ? അതാണ് നമ്മൾ പറഞ്ഞ വിന്റർ സോൾസ് എന്ന് പറയുന്നത്, ശൈത്യ അയനാത ദിനത്തിൽ സംഭവിക്കുന്നത്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഡിസംബർ 22 എന്ന് പറയുമ്പോൾ സൂര്യൻ ഏറ്റവും താഴെ വരും. അപ്പോഴാണ് നമ്മുടെ ദക്ഷിണായന രേഖയിൽ ഏറ്റവും വലിയ പകല് വരുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ പകലായിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഏറ്റവും ചെറിയ രാത്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്തോ സംഭവിക്കും? ഏറ്റവും ചെറിയ പകലും ഏറ്റവും വലിയ രാത്രി സംഭവിക്കും ഇവിടെ ഉത്തരായന രേഖയിൽ. ഇത് നമുക്കറിയാലോ. ഇവിടെ സൂര്യൻ നമ്മുടെ ദക്ഷിണായന രേഖയിലായിരിക്കുമ്പം ഇവിടെ നമ്മൾ എന്താണ് പൊതുവെ സൂര്യപ്രകാശം കുറവായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ ചെറിയ പകൽ ദൈർഘ്യം കുറവായിരിക്കുമല്ലോ. നമുക്ക് ദക്ഷിണായന രേഖയിൽ നമ്മൾ ഉത്തരായന രേഖയിലാണ്. ദക്ഷിണായന രേഖയിലുള്ള രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഇവിടെ സൂര്യൻ ദക്ഷിണായന രേഖയിലായിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള രാജ്യങ്ങൾക്കെല്ലാം എന്താണ്? പകൽ വെളിച്ചം കൂടുതലായിരിക്കും അല്ലെ, രാത്രി കുറവായിരിക്കും. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആണ് ഉത്തരായന രേഖയിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ സംഭവിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ദക്ഷിണായന രേഖയിലും സംഭവിക്കുക. നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെയാണ് അവിടെ പറയുന്നത്. ഡിസംബർ 22 ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുന്നു? ഏറ്റവും വലിയ പകല് സംഭവിക്കുന്നു ദക്ഷിണായന രേഖയിൽ. അതുപോലെ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള ആ കാലയളവ് ഭൂമധ്യരേഖയിൽ സൂര്യൻ തെക്കോട്ട്, അതായത് ദക്ഷിണായന രേഖയിലേക്ക് സഞ്ചരിക്കുന്നു. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം, അതായത് ഈ സെപ്റ്റംബർ 23 തുടങ്ങി ഒക്ടോബർ, നവംബർ, ഡിസംബർ 22 കഴിഞ്ഞു. പിന്നെ എന്താണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. പിന്നെ മാർച്ച് എത്ര വരെ പോകും? ആ മാർച്ച് നമ്മൾ അതിനകത്ത് പറഞ്ഞ പോലെ വീണ്ടും എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് 21 മുതൽ വീണ്ടും മുകളിലോട്ട് പോകുന്നു. അപ്പൊ ഒരു വർഷം ആയില്ലേ, 6 മാസം ആയില്ലേ. അപ്പൊ അതാണ് ശൈത്യ അയനാത ദിനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ശൈത്യ അയനാത ദിനം നമ്മൾ പറഞ്ഞു ഡിസംബർ 22 ഇവിടെ ദക്ഷിണായന രേഖയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലാണ്. അപ്പം ഇതിന്റെ വിവിധ അക്ഷാംശ രേഖകളിൽ പകലിന്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടിക നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്കറിയാതാണ്ട് ഗ്രീഷ്മ അയനാത ദിനത്തില് ഓരോ അക്ഷാംശ രേഖകളിലെ പകലിന്റെ ദൈർഘ്യം മുകൾ ഭാഗത്തെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ശൈത്യ അയനാന്ത ദിനത്തിൽ നോക്കുക, അക്ഷാംശ രേഖയിൽ ശൈത്യ അയനാന്ത ദിനത്തിൽ ഡിസംബർ 22 വിവിധ അക്ഷാംശ രേഖകളിലെ പകലിന്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടിക നോക്കിയേ. 90 ഡിഗ്രി വടക്ക്. നമുക്കറിയാം ഉത്തരാർദ്ധഗോളത്തിൽ എന്തില്ലടെ? പകലില്ല. കാരണം സൂര്യൻ എവിടെ കിടക്കുമോ? ദക്ഷിണാർദ്ധഗോളത്തിൽ കിടക്കുവാണ്. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ എന്തോ ഇല്ല. 90 ഡിഗ്രി വടക്ക് എന്തില്ല? പകലില്ല. 66 ഡിഗ്രി വടക്ക് പകലുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത പേജിലായിട്ട് എന്റെ ബാക്കി കൊടുത്തിട്ടുണ്ട്. 23.5 ഡിഗ്രി വടക്ക് 10 മണിക്കൂർ 33 മിനിറ്റ്. ഈ 10 മണിക്കൂർ 33 മിനിറ്റ് നമ്മൾ മറ്റേ ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ നമ്മൾ എന്തോ പറഞ്ഞത്? നോക്കിയേ, ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ നമ്മൾ പറഞ്ഞത് 10 മണിക്കൂർ 33 മിനിറ്റ് എവിടെയായിരുന്നു വരുന്നത്? 23.5 ഡിഗ്രി തെക്കായിരുന്നു 10 മണിക്കൂർ 33 വരുന്നതെങ്കിൽ നമ്മുടെ അടുത്ത ഈ ശൈത്യ അയനാന്ത ദിനത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ 10 മണിക്കൂർ 33 എങ്ങോട്ട് പോകുന്നു? 23 ഡിഗ്രി വടക്കിലേക്ക് പോകുന്നു. അതല്ലേ ഇവിടെ കൊടുത്തേക്കുന്നു. നോക്കി, 23 ഡിഗ്രി വടക്ക് 10 മണിക്കൂർ 33 മിനിറ്റ്. 0 ഡിഗ്രി അക്ഷാംശ രേഖയിൽ നമുക്കറിയാം എന്തില്ല? അവിടെ എപ്പോഴും 12 മണിക്കൂറാണ് പകലിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 23 ഡിഗ്രി തെക്ക് നോക്കിയേ, 13 മണിക്കൂർ 27 മിനിറ്റ്. 13 മണിക്കൂർ 27 മിനിറ്റ്. 13 മണിക്കൂർ 27 മിനിറ്റ്. കണ്ടോ? ഈ 23 ഡിഗ്രി വടക്കുള്ള സാധനം നേരെ തെക്ക് വന്നു. 13 മണിക്കൂർ 27 മിനിറ്റ് തെക്കും വന്നു. തെക്കുള്ള 10 മണിക്കൂർ 33 എന്ത് ചെയ്തു? വടക്കോട്ട് പോയി. അപ്പൊ ആ ഒരു പട്ടിക പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സൂര്യന്റെ എവിടെയാണോ, ഗ്രീഷ്മ അയനാന്ത ദിനത്തിലാണോ ശൈത്യ അയനാന്ത ദിനത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഉത്തരാർദ്ധഗോളത്തിലാണ് സൂര്യനെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്ത് സംഭവിക്കുന്നോ? ദക്ഷിണാർദ്ധഗോളത്തിലാണ് സൂര്യനെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ അക്ഷാംശ രേഖകളിലെ പകലിന്റെ വ്യത്യാസത്തിൽ ദൈർഘ്യത്തിൽ എന്താണ് മാറ്റം എന്നൊക്കെ ആ പട്ടിക നോക്കി നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നീട് ഉത്തരായനം, ദക്ഷിണായനം, സൂര്യന്റെ ചലനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട് അല്ലെ. ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട്, ഭൂമി പരിക്രമണം ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റു ഗ്രഹങ്ങളെല്ലാം ഭ്രമണവും പരിക്രമണവും ചെയ്യുന്നുണ്ട്. സൂര്യന്റെ കാര്യം എടുത്താലോ, നമ്മുടെ സൂര്യൻ എങ്ങനെയാണ്? സൂര്യന്റെ പിന്നെ പ്രത്യേകത, സൂര്യൻ ഭ്രമണം ചെയ്യുന്നുണ്ടോ പരിക്രമണം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. ചിലർ പറയുന്നത് സൂര്യൻ പരിക്രമണം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഭ്രമണം ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂര്യന്റെ ചലനം എന്ന് പറയുന്ന അവിടെ നമുക്ക് ഒരു ടോപ്പിക്, ചെറിയൊരു കാര്യം തന്നിട്ടുണ്ട്. ഇപ്പുറത്തെ പേജിലാന്ന് തോന്നുന്നു, നമ്മൾ പറഞ്ഞില്ല. നോക്കിയേ, സൂര്യന്റെ ചലനങ്ങൾ കൊടുത്തിട്ടുള്ളത് നോക്കിയേ. ഭൂമിക്കും ചന്ദ്രനും സമാനമായിക്കൊണ്ട് സൂര്യനും 2 ചലനങ്ങളുണ്ട്. ഇത് ചിലർക്കൊന്നും അറിയത്തില്ല. ചിലർ പറയുന്നത് സൂര്യൻ ഭ്രമണം ചെയ്യുന്നേ ഉള്ളൂ, എന്ത് ചെയ്യുന്നില്ല, പരിക്രമണം ചെയ്യുന്നില്ല എന്നൊക്കെയാണ്. അപ്പൊ ഭ്രമണവും പരിക്രമണവും ഉണ്ട് സൂര്യൻ എന്ന് മനസ്സിലാക്കണം. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ
27 ദിവസം, ഈ ദിവസം മറന്നു പോലെ കേട്ടോ, 27 ദിവസം കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. നമ്മൾ നേരത്തെ 26,000 വർഷത്തിന്റെ കാര്യം പറഞ്ഞു. അത് നമുക്കറിയാം. പുരസരണം നമ്മൾ പറഞ്ഞു പുരസരണം അല്ലെ, പുരസരണം അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്ന പേര്, പ്രിസിഷൻ. നമ്മുടെ അച്ചുതണ്ടിന്റെ ഭ്രമണത്തിനെടുക്കുന്ന 26,000 വർഷമാണ്. അപ്പൊ 26,000 അന്ന് നിന്ന് 26ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 27 കിട്ടും. ഈ 27 ദിവസത്തിന്റെ കാര്യം എടുക്കുക. 27 ദിവസം കൊണ്ടാണ് സൂര്യൻ എന്ത് ചെയ്യുന്നത്, അതിന്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. എന്നാൽ സൂര്യൻ നമ്മുടെ ക്ഷീരപഥമായ നമ്മുടെ ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ ഒന്ന് ചുറ്റി വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് പരിക്രമണം ചെയ്യണമെങ്കിൽ എത്ര ദശലക്ഷം വർഷം എടുക്കുമെന്ന് ചോദിച്ചാൽ 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ എന്ത് ചെയ്യുന്നത്, സൗരയൂഥ നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. അപ്പം 27 ദിവസമാണ് സൂര്യന്റെ ഭ്രമണം. 27 ദിവസം കൊണ്ടാണ് സൂര്യൻ ഭ്രമണം ചെയ്യുന്നത്. പരിക്രമണം ചെയ്യാൻ 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൂര്യൻ പരിക്രമണം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഓക്കെ ആണല്ലോ. സൂര്യന്റെ ചലനമായിട്ട് ഭ്രമണവും പരിക്രമണവും ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നീട് നമുക്ക് ധ്രുവദീപ്തി എന്നും പറഞ്ഞിട്ട് ഓറോറ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒരു കാര്യം അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായിട്ടുള്ള സൗരവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി എന്ന് പറയുന്നത്. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായിട്ടുള്ള വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ഒറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ഒറോറ ഓസ്ട്രേലിയസ് എന്നും വിളിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ധ്രുവ പ്രദേശങ്ങളിലാണ് ഈ ഒറോറാസ് ഉണ്ടാകുന്നത്. ശൈത്യകാലങ്ങളിൽ ശക്തമായിട്ടുള്ള എന്താണ് സൗരവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ ധ്രുവദീപ്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറോറ എന്ന് പറയുന്നത്. അതിന് മനസ്സിലാക്കേണ്ട കാര്യം, ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ ഇവിടെ കാണുന്നത് എന്താണ്, ഒറോറ ബോറിയാലിസ് ആണ്. ഒറോറ ബോറിയാലിസ് ആണെങ്കിൽ ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ എന്താണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒറോറ ഓസ്ട്രേലിയസ് ആണ്. ഓസ്ട്രേലിയ താഴെ കിടക്കുമല്ലോ ദക്ഷിണാർദ്ധഗോളത്തിലല്ലേ, അപ്പൊ ആ പേരിൽ പഠിച്ചാൽ മതി. ദക്ഷിണാർദ്ധഗോളത്തിലായതുകൊണ്ട് ഒറോറ ബോറിയാലിസ്, ഒറോറ ഓസ്ട്രേലിയസ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഒറോറ ഓസ്ട്രേലിയസ് എന്നും ഉത്തരാർദ്ധഗോളത്തിൽ ബോറിയാലിസ്. ഓക്കെ ആണല്ലോ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു പേജാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയ കടുകട്ടി കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം എട്ടിലെ പിള്ളേർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ വരുമ്പോൾ ഉത്തരായനം, ദക്ഷിണായനം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം അവിടെ കംപ്ലീറ്റ് ചെയ്ത് ആ ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ബോക്സ് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം നോക്കിയാൽ, നിങ്ങൾ ആ ബോക്സ് നോക്കിയാൽ ഉത്തരായനം, ദക്ഷിണായനം എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ശൈത്യ അയനാഥ ദിനത്തെ തുടർന്ന്, അതായത് ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയിൽ നിന്നും, അതായത് 23.5 ഡിഗ്രി തെക്ക് നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായനമെന്നും, ഞായാണ് അച്ചടിപ്പിച്ച കേട്ടോ, ഉത്തരായനമെന്നും, ഗ്രീഷ്മായനാഥ ദിനത്തെ തുടർന്ന് ജൂൺ 21 ഉത്തരായന രേഖയിൽ നിന്നും 23.5 ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയിലുള്ള സൂര്യന്റെ അയനത്തെയാണ് ദക്ഷിണായനം. ദക്ഷിണായനവും ഉത്തരായനവും എന്തുവാണെന്ന് പറഞ്ഞേക്കും. നമുക്കറിയാം ഉത്തരായനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ പോകുന്നു. അതിനെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. അത് നമ്മുടെ കഴിഞ്ഞ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നോക്കിയേ, അതായത് നമ്മുടെ ഉത്തരായനം ഇവിടെ ശ്രദ്ധിച്ചു നോക്കണേ. നമുക്ക് നോക്കാം, ഉത്തരായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യൻ എങ്ങോട്ടാ പോകുന്നത്, അതായത് ഡിസംബർ 22 നമുക്കറിയാം ശൈത്യ അയനാന്തമാണ്. താഴെ ദക്ഷിണാർദ്ധഗോളത്തില് ഏറ്റവും വലിയ പകല് ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ദക്ഷിണായന രേഖയിൽ നിന്നും സൂര്യൻ ഉത്തരായന രേഖയിലേക്ക് പോകുന്ന അയനത്തെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. തിരിഞ്ഞുപോലും, അതായത് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കല്ല സൂര്യൻ വരുന്നത്, ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ പോകുന്നതിനാണ് ഉത്തരായനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനാണ് ഉത്തരായനം എന്ന് പറയുന്നത്. അപ്പൊ ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ എന്താണ്, ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമുക്ക് അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫില്ല് ചെയ്യാം.
നോക്കിയേ, സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം, ദിവസം, ദിനം ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിലായിരിക്കുന്ന ദിവസം. ഇവിടെ വസന്ത വിശ്വം കൊടുത്തിട്ടുണ്ട്. വസന്ത വിശ്വം എന്നാ നമ്മൾ പറഞ്ഞു, വസന്ത വിശ്വം എന്നാണ് സംഭവിക്കുന്നത്. വസന്ത വിശ്വം ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു. വസന്ത വിശ്വം സംഭവിക്കുന്നത്, വസന്ത വിശ്വം എന്ന് പറഞ്ഞാൽ വിശ്വങ്ങൾ, നമ്മൾ രണ്ട് വിശ്വങ്ങൾ പഠിച്ചു, വസന്ത വിശ്വവും ശരത് വിശ്വവും. ഞാൻ അയനാന്തമാണ് പറഞ്ഞത്, തെറ്റിപ്പോയി. നമ്മൾ രണ്ട് വിശ്വങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ വസന്ത വിശ്വം, അപ്പൊ താഴെ നമുക്ക് എന്തോ എഴുതാം, ശരത് വിശ്വം എന്ന് എഴുതാലോടെ. വിശ്വത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ശരത് വിശ്വം. അപ്പൊ വസന്ത വിശ്വവും ശരത് വിശ്വവും എന്തൊക്കെ മാറ്റം നോക്കിയാൽ, ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത്. വസന്ത വിശ്വവും നമ്മൾ ഏത് ദിവസമാണ് നമ്മൾ പറയുന്നത്, മാർച്ച് 21 ഇല്ലേ, മാർച്ച് 21 വസന്ത വിശ്വം. ശരത് വിശ്വം എന്ന് പറയുന്നത് എന്താണ്, സെപ്റ്റംബർ 23 അപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിച്ചല്ലോ, വസന്ത വിശ്വം മാർച്ച് 21 ശരത് വിശ്വം സെപ്റ്റംബർ 23. ഈ നോക്കി, ഈ വിശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമധ്യരേഖയില് സൂര്യൻ രണ്ടിടത്തും പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. അതാണല്ലോ വിശ്വം, അല്ലെങ്കിൽ സമരാത്ര ദിനം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഇക്വിനോക്സ്. അപ്പൊ ഈ വിശ്വം രണ്ട് എന്താണ്, പകലിന്റെ ദൈർഘ്യം രാത്രിയുടെ ദൈർഘ്യം ഉത്തരാർദ്ധ ഗോളത്തിൽ എന്താണ്, തുല്യമായിരിക്കും. അപ്പൊ ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്തുവാടെ, ദക്ഷിണാർദ്ധ ഗോളത്തിലും തുല്യമായിരിക്കും. പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്താണ്, തുല്യമായിരിക്കും. മനസ്സിലായില്ലയോ? അപ്പം ഭൂമധ്യരേഖയിൽ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം വരുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം എന്താണ്, തുല്യമായിരിക്കും. വസന്ത വിശ്വം എന്ന് പറയുന്നത് എന്താണ്, മാർച്ച് 21, ശരത് വിശ്വം സെപ്റ്റംബർ 23. ഓക്കെ, ഇനി താഴോട്ട് നോക്കിയേ. ഇനി ഇവിടെ ഒരു ഗ്രീഷ്മ അയനാന്ത ദിനം കൊടുത്തിട്ടുണ്ട്. ഗ്രീഷ്മ അയനാന്തത്തെയാണ് പറയുന്നത്, ഗ്രീഷ്മ അയനാന്ത ദിനം. അപ്പൊ നമുക്ക് ഇവിടെ എന്തോ എഴുതാം, ശൈത്യ അയനാന്ത ദിനം ഇല്ലയോ. ഇതിവിടെ ശൈത്യ അയനാന്ത ദിനം, ശൈത്യ അയനാന്ത ദിനം. ശൈത്യ അയനാന്ത ദിനം ഡിസംബർ 22 നമ്മൾ പഠിച്ചു. അപ്പൊ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാ പഠിച്ചത്, ജൂൺ 21 ഇല്ലേ, ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം നമ്മൾ പഠിച്ചില്ലേ. ഗ്രീഷ്മ അയനാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉത്തരാർദ്ധ ഗോളത്തിൽ സൂര്യൻ വരുന്നു. ശൈത്യ അയനാന്ത ദിനത്തിൽ ദക്ഷിണാർദ്ധ ഗോളത്തിൽ സൂര്യൻ വരുന്നു. അപ്പം ജൂൺ 21 ഏറ്റവും വലിയ പകല് ഉത്തരാർദ്ധ ഗോളത്തിന് അനുഭവപ്പെടുന്നത്. ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഏറ്റവും വലിയ പകൽ അനുഭവപ്പെടുന്നത് ഡിസംബർ 22 അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരാർദ്ധ ഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം ഇവിടെ എന്തോ എഴുതും, ഇവിടെ പറഞ്ഞു ഉത്തരാർദ്ധ ഗോളത്തിൽ രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കുറവായിരിക്കും ജൂൺ 21. അപ്പം പകലിന്റെ ദൈർഘ്യം എന്താണ്, ഏറ്റവും കൂടുതൽ പകലിന്റെ ദൈർഘ്യം ഉത്തരാർദ്ധ ഗോളത്തിൽ കൂടുതലായിരിക്കും, രാത്രിയുടെ ദൈർഘ്യം ഉത്തരാർദ്ധ ഗോളത്തിൽ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്ത് സംഭവിക്കുന്നു, ഇതിന് നേരെ ഓപ്പോസിറ്റിലൂടെ ഉത്തരാർദ്ധ ഗോളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ദക്ഷിണാർദ്ധ ഗോളത്തിൽ സംഭവിക്കുന്നത്. പകലിന്റെ ദൈർഘ്യം ഇവിടെ ഏറ്റവും കൂടുതലാകുമ്പോൾ ഇവിടെ ഏറ്റവും കുറവായിരിക്കും ഇല്ലയോ, ഏറ്റവും കുറവായിരിക്കും. അപ്പൊ ഇവിടെ രാത്രിയുടെ ദൈർഘ്യം ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമുക്കറിയാം, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, ഇത് ബോക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഇനി നോക്കിയാൽ ശൈത്യ അയനാന്ത ദിനത്തിൽ ഡിസംബർ 22 ദക്ഷിണായന രേഖയിലെ ഉത്തരാർദ്ധ ഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം ഏറ്റവും കുറവാണെങ്കിൽ രാത്രിയുടെ ദൈർഘ്യം എപ്പോഴും എന്തായിരിക്കും, ഏറ്റവും കൂടുതലായിരിക്കും. ഒരിടത്ത് പഠിച്ചാൽ മതി, നമുക്ക് തിരിഞ്ഞു പോകാതിരിക്കും. ഒരിടത്ത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോകത്തില്ല. അതുപോലെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്താണ്, പകലിന്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലാണെങ്കിൽ രാത്രിയുടെ ദൈർഘ്യം എന്തായിരിക്കും, ഏറ്റവും കുറവായിരിക്കും. ഒരിടത്ത് പഠിച്ചാൽ മതി, നമുക്ക് ഒരിടത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പട്ടികയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പോൾ നോക്കിയേ, ഋതുക്കൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഋതുക്കൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കുക, എന്താണ് ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഭൂമിയുടെ പരിക്രമണം മൂലം നമ്മുടെ ഭൂമി പരിക്രമണം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭൂമിയുടെ പരിക്രമണം മൂലം ഒരു വർഷത്തിൽ പിന്നെ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും എന്ത് സംഭവിക്കുന്നുണ്ട്, മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് ഋതുക്കൾ എന്ന് അല്ലെങ്കിൽ സീസൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി റെവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ കാലാവസ്ഥയിലും ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഋതുക്കൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് കാരണം ഓരോ പ്രദേശത്തും സൂര്യപ്രകാശം ലഭിക്കുന്ന അളവില് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് നമുക്കറിയാം 23.5 ഡിഗ്രി ചരിഞ്ഞാണ് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ലഭിക്കുന്നത് എന്താണ്, ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ ഓരോ അളവിലാണ്.
ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. അപ്പം ഈ മാറ്റങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഋതുക്കൾ എന്ന് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഋതുക്കൾ ഇങ്ങനെയാണ് വരുന്നത്, അല്ലാതെ മറ്റു കാരണങ്ങളോ ഒന്നുമല്ല ഋതുക്കൾ വരുന്നതെന്ന് മനസ്സിലാക്കണം. പ്രധാനമായിട്ട് ഋതുക്കളെ 4 ആയിട്ട് തിരിക്കാമെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ വസന്തകാലം, അത് വസന്തകാലത്തിന് പറയുന്നത് സ്പ്രിംഗ് എന്നാണ് കേട്ടോ. വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിംഗ്, വസന്തകാലം. അതുപോലെ തന്നെ ഗ്രീഷ്മകാലം അല്ലെങ്കിൽ സമ്മർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂടാണ്. ഗ്രീഷ്മയ്ക്ക് ഭയങ്കര ചൂടാണ്, അങ്ങനെ വേണേൽ പഠിക്കാം, ഓർത്തിരിക്കാൻ വേണ്ടി. ഗ്രീഷ്മ സമ്മർ ആണ്, സമ്മർ അല്ലെങ്കിൽ വേനൽക്കാലം, ഗ്രീഷ്മകാലം. അതുപോലെ ശരത്കാലം, ഓട്ടം എന്ന് പറയും, ഓട്ടം എന്നാണ് നമ്മൾ പറയുന്നത്, ശരത്കാലം അല്ലെങ്കിൽ ഓട്ടം. അതേപോലെ ശൈത്യകാലം അല്ലെങ്കിൽ ഹേമന്തകാലം എന്നും പറയും കേട്ടോ. ഹേമന്തമിൻ അങ്ങൊരു പാട്ടില്ലേ, ഈ ഹേമന്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ശൈത്യകാലമാണ്. ശൈത്യകാലം അല്ലെങ്കിൽ ഹേമന്തകാലം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയട്ടെ, വിന്റർ സീസൺ ആണ് ശൈത്യകാലം അല്ലെങ്കിൽ ഹേമന്തകാലം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും 4 സീസൺസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകതകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടോ നോക്കിയേ. വസന്തകാലത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കുക, ഗ്രീഷ്മകാലത്തിന്റെ പ്രത്യേകത എന്തെന്ന് നോക്കുക. വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ചൂട് കാലം തുടങ്ങുന്ന സമയമാണ് വസന്തകാലം എന്ന് പറയുന്നത്. ഈ സമയത്ത് പ്രകൃതിക്ക് പുതുജീവൻ ലഭിക്കുന്ന ഒരു സമയം എന്നാണ് പറയുന്നത്. പുതുജീവനം ലഭിക്കും, അതായത് ഭയങ്കര തണുപ്പുള്ള തണുപ്പങ്ങോട്ട് കഴിഞ്ഞിട്ട് ചൂടുകാലം അങ്ങോട്ട് തുടങ്ങുന്ന ഒരു സമയം ഉണ്ടല്ലോ. നമ്മൾ നല്ല തണുത്ത് ഇങ്ങോട്ട് ഇരുന്നിട്ട് നമുക്കൊരു ഇച്ചിരി നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോയിട്ട് നമ്മൾ തീയൊക്കെ കായുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടില്ല. അതേപോലെ ഭൂമിക്ക് ഒരു പുതുജീവനം, പ്രകൃതിക്ക് ഒരു പുതുജീവനം ലഭിക്കുന്ന സമയമാണ് വസന്തകാലത്തെ പറയുന്നത്. ശരിക്കും സസ്യങ്ങൾ പൂക്കും, സസ്യങ്ങൾ കായ്ക്കും, നല്ല സുഖകരമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. പകലിന്റെ ദൈർഘ്യം എന്ത് ചെയ്യുന്നു, ക്രമേണ കൂടി വരുന്നു വസന്തകാലത്ത്. രണ്ടാമത്തെയാണ് ഗ്രീഷ്മകാലം അല്ലെങ്കിൽ സമ്മർ അല്ലെങ്കിൽ വേനൽക്കാലം. ഏറ്റവും ചൂടുള്ള ഒരു കാലഘട്ടം, നമുക്ക് പൊതുവേ ഇഷ്ടമല്ലാത്ത ഒരു കാലഘട്ടമാണ് അല്ലെ. അതുപോലെ പകലിന് ദൈർഘ്യം കൂടുതലാണ്, നദികളും കിണറുകളും ഒക്കെ വറ്റിപ്പോകുന്ന ഒരു കാലമാണ് ഗ്രീഷ്മകാലം എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ശരത്കാലം അല്ലെങ്കിൽ ഓട്ടം കാലഘട്ടത്തെ വിശേഷം പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേനൽക്കാലം അങ്ങോട്ട് കഴിഞ്ഞ് തണുപ്പ് കാലം തുടങ്ങുവാണ്, അതായത് ശൈത്യം അങ്ങോട്ട് തുടങ്ങുകയാണ് ഈ ഒരു ശരത് കാലഘട്ടത്തിൽ. പകലിന് ഇങ്ങനെ ദൈർഘ്യം എന്ത് ചെയ്യുന്നൂടെ, കുറയും. പകലിന് ദൈർഘ്യം കുറയും, വൃക്ഷങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇലയൊക്കെ അങ്ങോട്ട് പൊഴിച്ചു തുടങ്ങുന്ന കാലഘട്ടമാണ് ശരത്കാലം എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു വെക്കണം, ഇതും ചോദിക്കും. പിന്നീട് വരുന്ന ശൈത്യകാലം അല്ലെങ്കിൽ ഹേമന്തകാലം അല്ലെങ്കിൽ വിന്റർ സീസൺ. ഏറ്റവും തണുപ്പുള്ള കാലഘട്ടം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് ശൈത്യകാലം. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് ശൈത്യകാലം. അതുപോലെ തന്നെ ഹേമന്തകാലം അല്ലെങ്കിൽ വിന്റർ സീസൺ. മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. ദൈർഘ്യമേറിയ രാത്രികളായിരിക്കും ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ദൈർഘ്യമേറിയ രാത്രികൾ ഉണ്ടായിരിക്കും എവിടെ, ഈ ശൈത്യ കാലഘട്ടത്തിൽ. അപ്പൊ ഇത് 4 പ്രധാനമായിട്ടും ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 4 സീസൺസ് ആണ്. വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം. എന്നാൽ നോക്കിയേ, ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ, നമുക്ക് ഇന്ത്യയിലെ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ പൊതുവെ 6 ഋതുക്കൾ ഉണ്ടായിട്ട് 6 ഋതുക്കൾ തരംതിരിക്കുന്നുണ്ട്. വസന്തകാലമെന്നും ഗ്രീഷ്മകാലമെന്നും വർഷം, ശരത്ത്, ഹേമന്തം, ശിശിര, ഇങ്ങനെ 6 ഋതുക്കൾ, 6 സീസൺസ് ആയിട്ട് നമ്മൾ ഇന്ത്യയുടെ ഒരു അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉണ്ടാക്കി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ പഠിക്കണം. അപ്പൊ കഴിഞ്ഞ ടെക്സ്റ്റിൽ ഈ ഒരു കാര്യം മാത്രമായിരുന്നു നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആ ഓർഡറിൽ പഠിക്കണം. ആദ്യത്തെ വ, ഗ്രീ, വ, ശ, ഹേ, ശി, ഇതങ്ങ് പഠിക്കണം. വ തുടങ്ങുന്നത് മാർച്ച് ഏപ്രിലാണ്. 2 മാസമാണ്, മാർച്ച് ഏപ്രിൽ. എം എ, മാർച്ച് ഏപ്രിൽ, മാർച്ചും ഏപ്രിലും എം എ. അതായത് നമ്മൾ ഈ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്. ബഗ്രീവ ഷഹേഷി, അതൊരു കോഡാണ് കേട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കോഡാണ്. ഈ ആദ്യത്തെ സീസൺസിന്റെ മാസത്തിന്റെ ആദ്യത്തെ പേര് വെച്ചിട്ട്, ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് തുടങ്ങിയതാ ബഗ്രീവ ഷഹേഷി. വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിങ്, വസന്തം അല്ലെങ്കിൽ സ്പ്രിങ് തുടങ്ങുന്നത് മാർച്ച് ഏപ്രിൽ കാലഘട്ടത്തിൽ. മാർച്ച് തുടങ്ങി ഏപ്രിൽ അവസാനിക്കും. ഏത്, വസന്തകാലം. ഇന്ത്യയിലെ കാര്യം പറയുന്നത് കേട്ടോ. വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിങ് മാർച്ചിൽ തുടങ്ങി ഏപ്രിൽ അവസാനിക്കും. ഗ്രീഷ്മകാലം മെയ്യിൽ തുടങ്ങി ജൂണിൽ അവസാനിക്കും. വർഷകാലം, ഗ്രീഷ്മകാലം എന്ന് പറഞ്ഞാൽ സമ്മറാണ്. വർഷകാലം എന്ന് പറഞ്ഞാൽ എന്താണ്, മൺസൂൺ എന്ന് അവരുടെ വർഷം, മൺസൂൺ പീരീഡ്. മൺസൂൺ ജൂലൈ ആഗസ്റ്റ് ആണ് മൺസൂൺ പീരീഡ്. ശരത്കാലം എന്ന് പറഞ്ഞാൽ ഓട്ടം, സെപ്റ്റംബർ ഒക്ടോബർ ആണ് ശരത്കാലം. ഹേമന്തകാലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രീ വിന്റർ എന്നാണ് പറയുന്നത്. വിന്റർ സീസൺ ആണെങ്കിലും
ഇവിടെ ശിശിരം വിന്റർ വരുന്നതുകൊണ്ട് ഹേമന്തകാലത്തെ നമ്മൾ പ്രീ വിന്റർ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഹേമന്ത അല്ലെങ്കിൽ പ്രീ വിന്റർ നവംബർ ഡിസംബർ ആണ്. ശിശിരകാലം അല്ലെങ്കിൽ വിന്റർ ജനുവരി ഫെബ്രുവരി ആണ്. അപ്പം ഈ 6 സീസൺസ് ഇന്ത്യയിൽ പഠിക്കണം. അത് ഓർഡറിൽ പഠിക്കുമ്പോൾ വഗ്രീവ ഷഹേഷി എന്ന് പഠിച്ചാൽ മതി. ആദ്യത്തെ അക്ഷരങ്ങൾ വസന്തകാലം, അത് മാർച്ച് തുടങ്ങുന്നു. മാർച്ച് ഏപ്രിൽ MA, മാർച്ച് MA, മാർച്ച് ഏപ്രിൽ. അതുപോലെ ഗ്രീഷ്മകാലം ഓർഡർ പഠിച്ച ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വഗ്രീവ ഷഹേഷി. അതും നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് നമുക്ക് തിരിഞ്ഞു പോകത്തില്ല. അപ്പൊ ഇത് വേണമെങ്കിൽ ഓർഡറിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. ഓക്കെ. പിന്നീട് നമ്മൾ അടുത്ത ആ ഒരു പേജിൽ തന്നെ സമയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അവിടെ ചെറിയ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ടൈം 2024 ജനുവരി 14 റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ബാഴ്സലോണയിൽ വെച്ച് നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം ലൈവ് വ്യത്യസ്ത ഇടങ്ങളിൽ ദൃശ്യമാകുന്ന സമയക്രമമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ഓരോ രാജ്യത്തും ലൈവ് പോകുമ്പം കാണുന്ന സമയങ്ങൾ നോക്കിയേ. റയൽ മാഡ്രിഡും അതുപോലെ തന്നെ FC ബാഴ്സലോണയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിന്റെ ലൈവ് ഓരോ രാജ്യങ്ങളിലും ഓരോ സമയത്താണ് കാണുന്നത്. നമ്മുടെ സിഡ്നിയിൽ 6 രാവിലെ വെളുപ്പിനെ 6 ജനുവരി 14. നോക്കി, ഇവിടെ ജനുവരി 14 കളി നടക്കുകയാണെങ്കിൽ ജനുവരി 15 ഈ രാജ്യങ്ങളിലൊക്കെ കളി കാണുന്നത്. 12:30 നമ്മുടെ ഡൽഹിയിൽ, നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്താണ് 12-12:30 നമ്മൾ കളി കാണുന്നതെങ്കിൽ ടോക്കിയോയിൽ 4 മണിക്കാണ് കളി കാണുന്നത്. ഉണ്ടോ, 4 മണിക്ക് കളി കാണുന്നു. ജക്കാർത്തയിൽ 2 AM കളി കാണുന്നത്. സിഡ്നിയിൽ 6 AM കളി കാണുന്നു. ജനുവരി 14 ഇവിടെയൊക്കെ മെക്സിക്കോ, ബ്രസീൽ, കേപ്പ് ടൗൺ, ബാഴ്സലോണ, പിന്നെ മോസ്കോയിൽ, ലണ്ടൻ, ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ് എല്ലായിടത്തും ഓരോ സമയത്താണ് കളി കാണുന്നത്. അതിന് വർഷങ്ങളുടെ ദിവസങ്ങൾ തന്നെ എന്താണ് മാറി വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു, ഓരോ രാജ്യങ്ങളിൽ ഓരോ സമയമാണ് ലൈവ് കാണുന്നത്. അപ്പൊ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് സമയ മേഖലകൾ, അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അതിന്റെ അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിയാൻ എത്ര മണിക്കൂർ വേണം? നമ്മൾ നേരത്തെ പറഞ്ഞു 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. നമ്മൾ 24 മണിക്കൂർ എന്ന് പറഞ്ഞു. 26 മണിക്കൂർ സമയം വേണേ. അതായത് 360 ഡിഗ്രി തിരിയാനാണ് 24 മണിക്കൂർ സമയം വേണ്ടത്. അപ്പം 1 മണിക്കൂർ അല്ലെങ്കിൽ 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ് സമയമാണ് വേണ്ടതെങ്കിൽ 1 ഡിഗ്രി കടക്കാൻ എത്ര സമയം വേണമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം 15 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ് സമയമാണ് വേണ്ടത്. അപ്പോൾ 1 ഡിഗ്രി തിരിയാൻ എന്ത് ചെയ്താൽ മതി? ഈ 60നെ 15 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 മിനിറ്റ് എന്ന് കിട്ടും. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ ആവശ്യമായ മിനിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 4 മിനിറ്റ് ആണ്. അതായത് ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്കും ആനുപാതികമായിട്ടുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? എത്ര മിനിറ്റ് ആണ്? 4 മിനിറ്റ് ആണ്. അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ഡിഗ്രി രേഖാംശം, നമുക്കറിയാം അക്ഷാംശമുണ്ട്, രേഖാംശമുണ്ട്. അക്ഷാംശവും രേഖാംശം തിരിഞ്ഞു പോകുന്നവരുണ്ട്. ഇപ്പൊ നമ്മളിത് ഭൂമിയാണെങ്കിൽ കുറുകയും നെടുകയൊക്കെ എന്തുണ്ട്? വരകളുണ്ട്. അപ്പൊ ഏതാണ് അക്ഷാംശം എന്ന് പറയുന്നത്? ഇതാണ് അക്ഷാംശം. ഇത് അക്ഷാംശവും ഇത് ഇങ്ങനെ പോകുന്ന എന്താണ്? രേഖാംശമാണ്. ചിലർക്ക് ഇത് തിരിഞ്ഞു പോകുന്ന സംഭവമാണ്. അപ്പൊ ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്ക്, അപ്പൊ ഇങ്ങനെ ഓരോ ഡിഗ്രി 360 ഡിഗ്രി തിരിയുന്നുണ്ട്. 15 ഡിഗ്രി തിരിയാൻ 60 മിനിറ്റ് വേണം, അതായത് 1 മണിക്കൂർ വേണം 15 ഡിഗ്രി തിരിയാന്. അതിപ്പം 1 ഡിഗ്രി തിരിയാൻ നമ്മൾ പറഞ്ഞു 60/15, ഇപ്പം നമ്മൾ 4 മിനിറ്റ്. അപ്പൊ ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്ക് ആനുപാതികമായിട്ടുള്ള സമയ വ്യത്യാസം എന്താണ്? 4 മിനിറ്റ് ആണ്. അപ്പൊ രേഖാംശ രേഖയിൽ എങ്ങനെയാണ് സമയം കണക്കാക്കുന്നത് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ അതിനകത്ത് പറയുന്നത് തന്നെ ലോക്കൽ ടൈമിനെ കുറിച്ചാണ്, പ്രാദേശിക സമയത്തെ കുറിച്ചാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നിഴലും അതുപോലെ തന്നെ സൂര്യന്റെ ഉച്ചസ്ഥാനത്തെയും ഒക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു ഓരോ പ്രദേശത്ത് എന്ത് ചെയ്യുന്നത്? പ്രാദേശികമായിട്ടുള്ള സമയങ്ങളൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സൂര്യന്റെ സ്ഥാനം ഒരാളുടെ തലയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ നേർ മുകളിൽ എത്തുന്ന സമയമാണ് ഉച്ചയ്ക്ക് 12 മണിയെന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നിഴലിന്റെ നീളം ഏറ്റവും കുറഞ്ഞ സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിഴലിന്റെ നീളവും സൂര്യന്റെ സ്ഥാനവും ഒക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തെ പ്രാദേശിക സമയത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെയാണ് പൊതുവെ എന്ത് പറയുന്നത്? പ്രാദേശിക സമയം എന്ന് അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് പറയുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ പ്രാദേശിക സമയം ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി ശേഷമാണ് സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീൻവിച്ച് മീൻ ടൈമും ഒക്കെ വരുന്നത്. അപ്പം ഈ മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇപ്പൊ നമുക്ക് ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്ത പ്രാദേശിക സമയം ഉണ്ടാവും, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു രാജ്യത്തിൽ പൊതുവായിട്ടുള്ള പരീക്ഷകള് അല്ലെങ്കിൽ റെയിൽവേ സമയം, റേഡിയോ പിന്നെ സംപ്രേഷണങ്ങള് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയൊക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ തന്നെ അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി, ഇതും ചോദിച്ചിട്ടുണ്ട്, 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായിട്ട് വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായിട്ട് പരിഗണിക്കാറുണ്ട്. അപ്പൊ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായിട്ട് വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് പരിഗണിക്കാറുണ്ട്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന മാനക രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിന്റെ മാനക സമയമായിട്ട് കണക്കാക്കുന്നു. അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇത് മനസ്സിലാക്കി, അതായത് 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായിട്ട് വരുന്ന രേഖാംശ രേഖയാണ് മാനക രേഖാംശ രേഖയായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് എല്ലാ രാജ്യങ്ങളും എടുക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതിനോടൊപ്പം തന്നെ താഴെ ഗ്രീനിച്ച് സമയം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് നമ്മൾ പഠിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കറിയാം. നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അക്ഷാംശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഭൂമി വരയ്ക്കാണെങ്കിൽ ഇങ്ങനെ പോകുന്നതാണ് അക്ഷാംശം, അല്ലെ? അപ്പൊ ഈ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും നമുക്കറിയാം കുറഞ്ഞു വരികയാണ്, അല്ലെ? അതായത് ഇതാണ് ഭൂമിയുടെ ഭൂമധ്യരേഖ എങ്കിൽ ഈ ഭൂമധ്യരേഖയിലാണ് ഏറ്റവും വലിപ്പമുള്ള അക്ഷാംശ രേഖ ഭൂമധ്യരേഖയാണ് നമുക്കറിയാം. അത് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ താഴോട്ടും മുകളിലോട്ടും പോകുമ്പോൾ ഈ അക്ഷാംശ രേഖയുടെ വലിപ്പം കുറഞ്ഞല്ലോടെ വരുന്നത്. എന്നാൽ നോക്കിയേ, രേഖാംശ രേഖ ഇങ്ങനെയാണ് പോകുന്നത്. രേഖാംശ രേഖ ഇങ്ങനെയാണ് പോകുന്നത്. ഈ എല്ലാ രേഖാംശ രേഖകളും അർദ്ധവൃത്തങ്ങളാണ്. അതായത് അർദ്ധവൃത്തങ്ങളാണ് എല്ലാ രേഖാംശ രേഖകളും. അതായത് രേഖാംശ രേഖ ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാ രേഖാംശ രേഖകളും എന്താണ്? അർദ്ധവൃത്തങ്ങളാണ്. അതിനാൽ അന്താരാഷ്ട്ര സമയനിർണയ സൗകര്യത്തിനായിട്ട് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണ സ്ഥിതി, ഇതും ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ 0 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്ന ഇതിലേക്കൂടെയാണ് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടിയാണ് പോകുന്ന രേഖാംശ രേഖയാണ് 0 ഡിഗ്രി രേഖാംശ രേഖയായിട്ട് കണക്കാക്കുന്നത്. ഇതിനെ പ്രൈം മെറിഡിയൻ എന്നും പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയമെന്നും വിളിക്കുന്നു. ഇതും ഇമ്പോർട്ടന്റ് ആണ്. പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി രേഖാംശ രേഖയെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 0 ഡിഗ്രി രേഖാംശ രേഖയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ എന്നും പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും വിളിക്കുന്നു. ലോകത്തെവിടെയും യാത്രികർ സമയം കണക്കാക്കുന്നത് ഈ ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു. ഇതും ഒരുപാട് തവണ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. ഇത് അക്ഷാംശ രേഖ, ഇത് രേഖാംശ രേഖ, ഇത് അക്ഷാംശ രേഖ, അല്ലെ? അപ്പം നമ്മുടെ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും, ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്, കിഴക്കോട്ട് ഈസ്റ്റ് ഇങ്ങോട്ടാണ്, കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുന്നു. 4 മിനിറ്റ് എന്താണ്? 4 മിനിറ്റ് കൂടുന്നു. ഇങ്ങോട്ട് പോകുമ്പോഴോ, പടിഞ്ഞാറോട്ട് വെസ്റ്റിലോട്ട് നീങ്ങുമ്പോഴോ 4 മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. 4 മിനിറ്റ് കുറയുകയും ചെയ്യും. അപ്പം ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ 4 മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഇവിടെ സൈഡിൽ ഒരു ജന്തർ മന്ദർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് നോക്കണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തേക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇതുവരെയും ടെക്സ്റ്റിൽ നമ്മൾക്ക് തന്നിട്ടില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. 18ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായ ജയ്പൂരിലെ രാജാവായ ജയ്സിംഗ്, ആ പേരിൽ അയാളുടെ സ്ഥലത്തിന്റെ പേര് തന്നെയാണ് അയാളുടെ പേരുണ്ട്. ജയ്പൂരിലെ രാജാവായ ജയ്സിംഗ് സെക്കൻഡ് ആണ് കേട്ടോ. ജയ്സിംഗ് 1ാമൻ 2ാമൻ 3ാമൻ 4ാമൻ എന്നൊക്കെ ഓപ്ഷനിൽ കാണും. ജയ്സിംഗ് 2ാമൻ അല്ലെങ്കിൽ ജയ്സിംഗ് സെക്കൻഡ് ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്ദർ. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. ജന്തർ മന്ദർ ആരാണ് നിർമ്മിച്ചത്?
ജയ്സിംഗ് രണ്ടാമനാണ്. അപ്പൊ അയാളുടെ പേര് തന്നെ ഉണ്ട്, എല്ലാം ജായില തുടങ്ങുന്നത് കേട്ടോ. ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരില് ജന്തർ മന്ദർ അങ്ങ് ഉണ്ടാക്കി. ഇതിൽ 20 പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരുന്നു. 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്നു. ഇവ ഉപയോഗിച്ചുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങൾ നിരീക്ഷിക്കുന്നതിനായിട്ടൊക്കെ സാധിച്ചിരുന്നു. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമാണ് ഏതെന്ന് പറയുന്നത് ജന്തർ മന്ദർ എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ, ജന്തർ മന്ദറിലെ നമ്മുടെ ജയ്പൂരില് ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ച ജന്തർ മന്ദറാണ് നമ്മുടെ ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതും. മറ്റുള്ളവയൊക്കെ എവിടെയാണ്? ഡൽഹിയിലുണ്ട്, ഉജ്ജയിനിയിലുണ്ട്, മധുരയിലുണ്ട്, വാരണാസിയിലുണ്ട്. അവസാനം നമ്മൾ പറഞ്ഞ ഏറ്റവും വലുതാണ് ജയ്പൂരിൽ. ഓക്കെ ആണല്ലോ. അപ്പം ഡൽഹിയിലുണ്ട്, ഉജ്ജയിനിയിലുണ്ട്, മധുരയിലുണ്ട്, വാരണാസിയിലുണ്ട്, ജയ്പൂരിലുണ്ട്. ഇപ്പൊ 2010 ഈ സ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. 2010 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ എന്ത് ചെയ്തു? നമ്മുടെ ജന്തർ മന്ദർ ഉൾപ്പെടുത്തിയെന്നും മനസ്സിലാക്കണം. ഓക്കെ ആണ്. അവിടെയുള്ള ഉപകരണങ്ങൾ അക്കാലത്ത് വളരെ കൃത്യതയോടുകൂടി പ്രാദേശിക സമയം നിർണ്ണയിക്കാൻ സഹായിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുണ്ട്. അപ്പം ജന്തർ മന്ദർ ആരാണ് നിർമ്മിച്ചത്? ജയ്സിംഗ് രണ്ടാമനാണ്. ജയ്സിംഗ് രണ്ടാമൻ ജന്തർ മന്ദർ എവിടെ നിർമ്മിച്ചു? ജയ്പൂരിൽ നിർമ്മിച്ചു. ഓക്കെ. 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. 2010 അതിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. അപ്പൊ അതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഗ്രീനിച്ച് മെറിഡിയനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 0 ഡിഗ്രി രേഖാംശ രേഖയായ ഗ്രീനിച്ച് മെറിഡിയൻ രാവിലെ 10 മണിയായിരിക്കുമ്പോൾ തൊട്ടടുത്ത 1 ഡിഗ്രി കിഴക്കും 1 ഡിഗ്രി പടിഞ്ഞാറും എത്ര സമയം? നമുക്കറിയാം 4 മിനിറ്റ് ആണ് വ്യത്യാസം വരുന്നത്. ഇവിടെ 0 ഡിഗ്രി രേഖാംശ രേഖയിൽ 10 മണിയാണെങ്കിൽ പടിഞ്ഞാറ് എത്ര ആയിരിക്കും? 4 മിനിറ്റ് നമ്മൾ കുറച്ചാൽ മതി. 9:56. ഇതൊക്കെ ഒരുപാട് 10 മണിക്ക് നിന്ന് 4 മിനിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എത്ര? 9:56 AM ആയിരിക്കുമല്ലോ. അപ്പൊ 1 ഡിഗ്രി കിഴക്കാകുമ്പോൾ 10ന്റെ കൂടെ 4 കൂട്ടിയാൽ 10:04 AM. അതുപോലെ ഗ്രീനിച്ച് മെറിഡിയനിൽ 0 ഡിഗ്രി രേഖാംശ രേഖ രാത്രി 9 മണിയായിരിക്കുമ്പം 30 ഡിഗ്രി കിഴക്ക് സമയം എത്ര ആയിരിക്കും? അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രിയാണ് നമുക്ക് കൂടി പോകുന്നത് നമുക്കറിയാം. 1 ഡിഗ്രി 4 മിനിറ്റ് വീതമാണ് പോകുന്നത്. അപ്പൊ നമ്മൾ 30 ഡിഗ്രി ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. 0 ഡിഗ്രിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് 9 PM ആണെങ്കിൽ 30 ഡിഗ്രി കിഴക്കാകുമ്പോൾ എത്രയാണ് അവിടെ? നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2 മണിക്കൂർ കിട്ടും. 30 ഗുണിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ നമുക്ക് അധികം കിട്ടും. അപ്പൊ എത്ര മണിയാവും? 11 PM ഉത്തരം കിട്ടും. ഇത് ഇത്രയും വലുതൊന്നും നമുക്ക് ചേർത്തില്ല. 1 ഡിഗ്രി ഒക്കെ നമുക്ക് എഴുത്തുള്ളത്. മാത്സിന്റെ ക്വസ്റ്റ്യൻ അല്ലല്ലോ. മാത്സ് നമുക്ക് ചെയ്ത് സമയം കളയാനില്ല. അതുകൊണ്ട് കണക്കും കാര്യങ്ങളൊന്നും നമുക്ക് വലിയ രീതിയിലൊന്നും വരുത്തില്ല. 1 ഡിഗ്രി കിഴക്ക് അല്ലെങ്കിൽ 1 ഡിഗ്രി തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി നമ്മൾക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതൊക്കെയാണ്. നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ ഗുജറാത്തും. തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മണിക്കൂറാണ്. അപ്പം ഇത് നമ്മുടെ ഒരു രാജ്യത്ത് തന്നെ ഇത്ര വലിയൊരു വ്യത്യാസം വന്നതുകൊണ്ട് ഇതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി രാജ്യത്ത് ഒരു മാനക സമയം അങ്ങ് നിർണയിച്ചിട്ടുണ്ട്. 7.5 ഡിഗ്രിയുടെ ഗുണിതമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യയിൽ എന്ത് ചെയ്തു? 7.5 ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ 7 ഡിഗ്രിയുടെ ഗുണിതമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യയിൽ എന്ത് ചെയ്തു? മാനക രേഖാംശ രേഖയായിട്ട് തിരഞ്ഞെടുത്തു. അപ്പൊ ഇന്ത്യയുടെ സമയം എത്രയാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് എന്താണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രാദേശിക സമയത്തെ ഇന്ത്യയുടെ മാനക സമയമായിട്ട് കണക്കാക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് സമയ മേഖലകൾ, ടൈം സോൺ കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ 1 മണിക്കൂർ സമയ വ്യത്യാസത്തിൽ 24 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഈ ലോകം മൊത്തം എത്ര സമയ മേഖലകളുണ്ടെന്ന് ചോദിച്ചാൽ 24 സമയ മേഖലകളുണ്ട്. ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തിയുണ്ട്. അത് മനസ്സിലാക്കണം. ഓരോ മേഖലയിലും എന്തുണ്ട്? 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തിയുണ്ട് എന്നും മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ലോക സമയ മേഖലകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ രാജ്യങ്ങളും അവയുടെ മാനക സമയങ്ങളും ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്ത് തമ്മിൽ ഏകദേശം 2 മണിക്കൂർ വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. ഈ വ്യത്യാസം കുറവായതുകൊണ്ട് തന്നെ രാജ്യത്തിന് പൊതുവായിട്ടൊരു മാനക സമയം തിരഞ്ഞെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ രേഖാംശ രേഖ വ്യാപ്തി കൂടിയ റഷ്യ, കാനഡ, USA, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ
നിരവധി സമയമേഖലകളും മാനക സമയങ്ങളും ഉണ്ടാകുമെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 2 മണിക്കൂർ വ്യത്യാസം ഉള്ളതുകൊണ്ട് വലിയ ഇത് വരത്തില്ല നമുക്ക്. പക്ഷേ പിന്നെ വലിയ രാജ്യങ്ങളായ റഷ്യ, അതുപോലെ കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒത്തിരി സമയമേഖലകൾ മാനക സമയം ഉണ്ടാകുമെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ്. ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഒരു ദിവസത്തിന്റെ തുടക്കവും അതുപോലെ തന്നെ അവസാനവും അടയാളപ്പെടുത്തുന്ന ഒരു സാങ്കല്പിക രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ പിന്തുടരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനകത്ത് അതിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശാന്തസമുദ്രം, നമുക്കറിയാം പസഫിക് ഓഷ്യൻ ശാന്തസമുദ്രം, അതിലേത്തൂടെ ഈ കടന്നു പോകുന്ന ഈ ഒരു രേഖ, അതായത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കരഭാഗങ്ങളെയൊക്കെ, അതായത് രാജ്യങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പസഫിക് സമുദ്രത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ അത് കരഭാഗങ്ങളെ ഒഴിവാക്കി വളഞ്ഞാണ് പോകുന്നത്. കണ്ടോ, കരഭാഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളഞ്ഞാണ് അത് പോകുന്നത്. പിന്നെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളിലെ ഒരു രാജ്യത്തെ ഒരേ സമയം വ്യത്യസ്ത ദിവസങ്ങളാക്കുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുന്ന സമയത്ത് സമയത്തിലും തീയതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ വ്യത്യാസത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ പ്രധാനമായിട്ടും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതായത് ഇപ്പൊ ഇതിന്റെ കിഴക്ക് രേഖ, ഇതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങൾ, അതായത് ഈ കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഇതാണ് കിഴക്ക് ഭാഗത്ത്. ഈ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങളെക്കാൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലങ്ങൾക്ക് ഒരു ദിവസം പിന്നിലായിരിക്കും. ഇവിടെ ഒരു ദിവസം കൂടുതലാണ്. നമ്മൾ നേരത്തെ ലൈവ് ഫുട്ബോൾ കളി നടക്കുന്ന സമയത്ത് ഇവിടെ ജനുവരി 14 കളി ലൈവ് ആണെങ്കിൽ ഇവിടെ ജനുവരി 15 ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇപ്പുറത്തുള്ള പടിഞ്ഞാറുള്ളത് ഒരു ദിവസം പുറകിലും കിഴക്കോട്ട് പോകുമ്പോൾ ഒരു ദിവസം എന്തായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഒരു ദിവസം അധികമായിരിക്കും, ഒരു ദിവസം കൂടുതലായിരിക്കും. ഉദാഹരണം പറഞ്ഞ യാത്ര ചെയ്യുന്ന ഒരാള്, അയാള് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് പോകുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ് ഒരാള്. അപ്പൊ ഈ രേഖ മുറിച്ച് കടക്കുകയാണ് ഇയാള്. അപ്പം അദ്ദേഹം ഒരു ദിവസം പിന്നോട്ട് പോകേണ്ടി വരും. അതായത് പിന്നോട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്ത് ചെയ്യുന്നു അധികമായിട്ട് അയാൾ പോവുകയാണ്. അതുപോലെ ഒരാൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് പോകുന്നതെങ്കിൽ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒരാൾ പോവുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അയാൾ ഒരു ദിവസം മുന്നോട്ട് പോകേണ്ടി വരും. അതായത് ഒരു ദിവസം അയാൾക്ക് നഷ്ടപ്പെടുന്നു. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഭൂമിയുടെ ചലനങ്ങളായ ഭ്രമണവും പരിക്രമണവും എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് വളരെ വലിയ കുഴപ്പമില്ലാത്തൊരു യൂണിറ്റ് ആയിരുന്നു. അപ്പൊ ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.